പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങളിൽ എത്ര വിദേശ താരങ്ങൾ അടുത്ത സീസണിൽ തുടരും എന്നതിനെ പറ്റി ഇതുവരെയായിട്ടും ഒരു വ്യക്തത വന്നിട്ടില്ല. ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായ എഡ്രിയാൻ ലൂണയോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ചില വിദേശ താരങ്ങളെ പുറത്താക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. എന്നാൽ ആ വിദേശ താരങ്ങളുടെ ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പുറത്തുപോയേ മതിയാവുകയുള്ളൂ. മാനേജ്മെന്റ് എന്ത് തീരുമാനമാണോ എടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുകയെന്നും ലൂണ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ലൂണയെ നിലനിർത്താൻ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ശ്രമമെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരങ്ങളായ നോവ സദോയി, അതുപോലെ തന്നെ ജീസസ് ജിമിനസ് അടക്കമുള്ള താരങ്ങൾ ഇപ്പോൾ മികച്ച പ്രകടനമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോവയും അതുപോലെ തന്നെ ജീസസ് എന്നും ക്ലബ്ബ് വിടാൻ സാധ്യതകൾ കാണുന്നില്ല. കൂടാതെ ലെഗാത്തോറിനെയും ക്ലബ്ബ് ഒഴിവാക്കാനുള്ള സാധ്യതകൾ കാണുന്നില്ല. കാരണം ലെഗാത്തോറിനെ അടുത്ത സീസണിലേക്ക് വേണ്ടിയാണ് ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തത് എന്നുള്ളൊരു കാര്യം ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ തന്നെ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയ ഒരു കാര്യം കൂടിയാണ്. എന്നാൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് മറ്റൊരു വിദേശ താരം എത്തിയേക്കും എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നിലവിൽ പുറത്തു വരുന്നത്. എന്നാൽ പെപ്രയ്ക്ക് പകരമായി ബ്ലാസ്റ്റേഴ്സിൽ സ്പാനിഷ് സ്ട്രൈക്കറായ സെർജിയോ കാസ്റ്റൽ എന്ന് പറയുന്ന ജംഷഡ്പൂരിന്റെ മുൻ സൂപ്പർ താരത്തെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. താരത്തിന് പ്രീ കോൺട്രാക്റ്റ് ആണ് ഇപ്പോൾ നിലവിൽ നൽകിയിട്ടുള്ളത്. ഉടൻ തന്നെ താരവും ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഒരു കരാറിൽ ഒപ്പുവെക്കും. അതിനുശേഷം ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റായി ഇത് നടത്തുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ മറ്റൊരു വിദേശ താരത്തെ കൂടി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നോട്ടമിട്ടിട്ടുണ്ട് എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നിലവിൽ പുറത്തു വരുന്നത്. എന്നാൽ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇടില്ല. അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതിനെ തന്നെ കടക്കാം. എന്നാലും കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകനായ അശ്വലിയാണ് ഈ അപ്ഡേറ്റ് പങ്കുവച്ചത്. അദ്ദേഹം പറഞ്ഞ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു വിദേശ താരം എത്താനുള്ള സാധ്യതകളുണ്ട് എന്നൊരു അപ്ഡേറ്റ് അദ്ദേഹം പങ്കുവച്ചിരുന്നു. എന്നാൽ ഏത് പൊസിഷനിലാണ് ഈ വിദേശ താരം കളിക്കുന്നത് എന്നതിനെ പറ്റി അദ്ദേഹം ഒരു അപ്ഡേറ്റും നൽകിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഒരു പ്രതിരോധ വിദേശ താരവുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. മിലോസിന്റെ പകരക്കാരനായിട്ടായിരിക്കും ഈ വിദേശ താരത്തെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കൊണ്ടുവരാൻ താല്പര്യം കാണിക്കുന്നത്. അദ്ദേഹവുമായി ഇപ്പോൾ നിലവിൽ ചർച്ച നടത്തുന്നുണ്ട്. എന്തായാലും പുതിയ പരിശീലകൻ ഈ മാസം അവസാനത്തോടു കൂടിയായിരിക്കും കൊച്ചിയിലേക്ക് എത്തുക. എന്നാൽ കോച്ചിന്റെ ആദ്യ മീറ്റിംഗ് ഈ മാസം അവസാനമായിരിക്കും നടക്കുക എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിനിധികളെല്ലാം ആ മീറ്റിംഗിൽ പങ്കെടുക്കും എന്നതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ആ മീറ്റിംഗിൽ പുതിയ വിദേശ താരത്തെ ഇനി കൊണ്ടുവരണമോ കൊണ്ടുവരണ്ടയോ എന്നുള്ളത് കോച്ചിന്റെ തീരുമാനമായിരിക്കും. അതിനുശേഷമായിരിക്കും ഇനി ആ വിദേശ താരത്തെ ഇങ്ങോട്ട് കൊണ്ടുവരണമോ എന്ന് തീരുമാനിക്കപ്പെടുക എന്നാണ് നിലവിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും എടുത്തു പറയുകയാണെങ്കിൽ മിലോസിന്റെ ഭാവി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പുതിയ പരിശീലകന്റെ കയ്യിൽ തന്നെയാണെന്ന് പറയേണ്ടി വരും. മിലോസിനെ അധികം ഒഴിവാക്കാൻ പറയുകയാണെങ്കിൽ എന്തായാലും പുതിയ ഒരു വിദേശ താരം ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയിലേക്ക് വരും എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും പുതിയ കോച്ചിന്റെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും ഇനിയൊരു വിദേശ സൈനിങ് വേണമോ എന്നതിനെ പറ്റി ബ്ലാസ്റ്റേഴ്സ് തീരുമാനമെടുക്കുക.